വയറു കുറയ്ക്കാൻ വ്യായാമം. വയറു കുറയ്ക്കാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വയറു കുറയ്ക്കാൻ അത്ഭുതകരമായ പ്രത്യേക വ്യായാമം ഇല്ല. എന്നാൽ അമിതമായ വയർ കുറയ്ക്കാൻ പറ്റും. വയർ അമിതമാകാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയാൽ കുറയ്ക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ കാരണം നിത്യവും കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ഉപയോഗിച്ചു കഴിഞ്ഞ് മിച്ചം വരുന്നത് വയർഭാഗത്ത് കൂടുതലായി ശേഖരിക്കപ്പെടും. രണ്ടാമത്തെ കാരണം ഇന്നത്തെ ജീവിത രീതിയിൽ പഴയ കാലത്തെ പോലുള്ള ഊർജം എരിച്ചു കളയുന്ന ശാരീരിക അധ്വാനങ്ങൾ വളരെ കുറഞ്ഞുപോയി. അതായത് എത്ര കുറച്ചു കഴിച്ചാലും ഊർജം മിച്ചം വരുന്ന അവസ്ഥ. ഈ രണ്ട് പ്രതികൂല അവസ്ഥകളെയും മാറ്റുക എന്നത് തന്നെയാണ് പരിഹാരം. വയറിനു ചുറ്റും അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടിയ അവസ്ഥയാണ് അബ്ഡോമിനൽ ഒബിസിറ്റി അഥവാ സെൻട്രൽ ഒബിസിറ്റി എന്ന് പറയുന്നത്. ഇത് വെറും ഒരു ശാരീരിക അഴുക്കിന്റെ മാത്രം പ്രശ്നമായി കാണാവുന്ന ഒന്നല്ല. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. തടി കുറഞ്ഞ് വയറും ചാടിയ ചെറുപ്പക്കാരിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ഏറെയാണ്. എന്നാൽ വയറിനുള്ളിൽ രൂപപ്പെടുന്ന വിസറൽ ഫാറ്റിന്റെ കഥ മറിച്ചാണ്. ഇത് ആന്തരിക അവയവങ്ങളുടെ ചുറ്റുമാണ് രൂപപ്പെടുക. അതായത് ഇതാണ് യഥാർത്ഥ വില്ലൻ. ഈ വിസറൽ ഫാറ്റ് കൂടിയാണ് സെൻട്രൽ ഒബിസിറ്റി. പോട്ട്ബെല്ലി, ബീർബല്ലി ഇതൊക്കെ വിശേഷിപ്പിക്കുന്ന കുടവയർ. ഇത്തരം വയർ പൊതുവെ ആപ്പിൾ രൂപത്തിലായിരിക്കും. ഇത് സമാധാനക്കേട് തന്നെയാണ് സൃഷ്ടിക്കുക. മൊത്തം തടി കൂടുന്നതിനേക്കാളും വളരെ അപകടകരമാണ് വയറ് മാത്രമായി കൂടുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇന്ത്യക്കാരായ പുരുഷന്മാരുടെ വയറിന്റെ ചുറ്റളവ് പരമാവധി 90 സെന്റിമീറ്ററായും സ്ത്രീകളുടേത് 80 സെന്റിമീറ്ററായും നിജപ്പെടുത്തിയിരിക്കുന്നത്. ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് കോശങ്ങൾ ഒരു ഗ്രന്ഥി പോലെയാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റബോളിക് ബൈ പ്രൊഡക്റ്റുകളായ ട്രൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡും നേരെ ചെല്ലുന്നത് ലിവറിലേക്കാണ്. ഇത് അവിടെ ശേഖരിച്ചുണ്ടാകുന്ന അവസ്ഥയെ ലിപ്പോഡോക്സിറ്റി എന്നാണ് പറയുക. ഇതാണ് ഒരു പരിധിവരെ പിന്നീട് ഫാറ്റി ലിവറിന് കാരണമാകുന്നതും. മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി പ്രമേഹത്തിനും കാരണമാകും. ശരീരത്തിലെ നല്ല കൊഴുപ്പിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭക്ഷണ സംതൃപ്തി നൽകുന്ന ലെപ്റ്റിൻ എന്ന ഹോർമോൺ വയറു നിറഞ്ഞു എന്ന പ്രതീതി ഉളവാക്കാൻ സഹായിക്കും. ഹോർമോണിന്റെ ആ കഴിവിനെ വിസറൽ ഫാറ്റ് കോശങ്ങൾ നശിപ്പിക്കും. ഇതാണ് പലരുടെയും ഭക്ഷണത്തോടുള്ള അത്യാർത്തിക്ക് കാരണം. 2 ചിട്ടകളാണ് വയറ് കുറയ്ക്കാൻ വേണ്ടത്. ഒന്ന്, ഊർജ ഉപയോഗം കൂട്ടാനുള്ള വ്യായാമം ഉൾപ്പെടെയുള്ള ശാരീരിക അധ്വാനങ്ങൾ ജീവിത രീതിയിൽ ഉൾക്കൊള്ളിക്കുക. മറ്റൊന്ന്, അന്നന്നത്തെ ആവശ്യത്തിനു വേണ്ടി പോഷകമൂല്യങ്ങൾ കൂടിയതും ഊർജം കുറവുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ഏതെങ്കിലും 1-2 വ്യായാമം വയറിന് ചെയ്ത് വയറിലെ കൊഴുപ്പ് എരിച്ച് വയർ കുറയ്ക്കാമെന്ന് പലർക്കും ധാരണയുണ്ട്. ഇങ്ങനെ 1-2 വ്യായാമം സ്ഥിരമായി ചെയ്ത് വയർ കുറയാതെ വരുമ്പോൾ കൂടുതൽ സമയം വ്യായാമത്തിൽ തന്നെ നിരന്തരം ഏർപ്പെട്ടു തുടങ്ങും. അപ്പോഴും വയർ കുറയുന്നില്ലെന്ന് മാത്രമല്ല, സ്ഥിരമായി നടുവേദനയും കഴുത്ത് വേദനയുമായിരിക്കും ഫലം. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വ്യായാമം ചെയ്ത് ആ ഭാഗത്തെ കൊഴുപ്പ് കളയുക, ഇത് തെറ്റായ ധാരണയാണ്. ശരീരത്തിലേക്ക് ചെല്ലുന്ന ഊർജത്തേക്കാൾ കൂടുതൽ നിത്യവും ഉപയോഗിക്കപ്പെടാനുള്ള അവസരമുണ്ടാകുമ്പോൾ വയറുൾപ്പെടെയുള്ള ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊഴുപ്പായി ശേഖരിച്ചു വെച്ചിട്ടുള്ള ഊർജം ഉപയോഗപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ വയർ കുറയാനും തുടങ്ങും. വയറിന് മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന്റെ മൊത്തം ഊർജം ആവശ്യം വരും. ഇത് ഓവറോൾ മെറ്റബോളിസം മെച്ചപ്പെടുത്തും. കൊഴുപ്പുകൾ എരിയുകയും ചെയ്യും. വയറ് കുറയ്ക്കുക എന്നാൽ വയറിലെ കൊഴുപ്പ് കുറയ്ക്കുക എന്ന് തന്നെയാണ്. കൊഴുപ്പ് കുറയുമ്പോൾ സാധാരണക്കാരിൽ സ്വാഭാവികമായി ശരീരഭാരം കുറയും. ബോഡി ബിൽഡർമാരിൽ കൊഴുപ്പ് കുറഞ്ഞാലും ഭാരം വയ്ക്കുന്നവരാണ് അധികവും. എന്നാൽ വ്യായാമവും ഒപ്പം ഉൾപ്പെടുത്തുന്നവരിലാണ് കൂടുതൽ ഫലം കാണുക. മാത്രമല്ല, വ്യായാമം ചെയ്യുമ്പോൾ ആകാരഭംഗി വർദ്ധിക്കുന്ന രൂപമാറ്റങ്ങളും ഉണ്ടാകും. വയറിലെ കൊഴുപ്പ് നടത്തവും ഓട്ടവും പോലുള്ള എയറോബിക് വ്യായാമങ്ങൾ മാത്രം ചെയ്യുമ്പോൾ കുറയുന്നതിനേക്കാൾ കൂടുതൽ കുറയുന്നത് കാർഡിയാക് റെസിസ്റ്റൻസ് ട്രെയിനിങ്, ശരീരഭാരമോ മറ്റു ഭാരമോ ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ കൂടി ചേർത്ത് ചെയ്യുമ്പോഴാണ്. എന്തെന്നാൽ കൊഴുപ്പ് കൂടാനിടയാകുന്ന കോർട്ടിസോൾ ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കുറച്ചു നിർത്താൻ ഈ 2 തരം വ്യായാമവും ഒരുമിച്ച് ചെയ്യുന്നതിലൂടെ സാധിക്കും.